ഹായ് കൂട്ടുകാരെ, അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ആര്യങ്കാവ് കഴിഞ്ഞ് കോട്ടവാസൽ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ തമിഴ്നാട് ബോർഡർ കയറുമ്പോൾ ഹൈ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ കുഴപ്പമില്ല, നമ്മൾ തമിഴ്നാട് ഹൈ റേഞ്ച് കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട് കയറുകയാണ്. അപ്പോൾ ഇനി ലോഡ് വണ്ടിക്കാർ കയറി പോകുന്നത് മൊത്തം ഹൈ റേഞ്ചിലോട്ട് നമ്മളെ ആര്യങ്കാവ് തെന്മലയാണ്. അപ്പോൾ ഇവിടെ ഈ എസ്ബെൻഡിൽ ഒരു വണ്ടി വെച്ച് പാസ്സായി പോകത്തുള്ളൂ. ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ വൺ സൈഡ് മാത്രമേ വണ്ടി പാസ്സായി പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഇരുന്ന കാലി വണ്ടികൾ അവിടെ ചവിട്ടി നിർത്തണം. അത് നമ്മൾ പാസ്സായി കയറി പോയി കഴിഞ്ഞാൽ ലോഡ് വണ്ടികൾ താഴെ ആർച്ചിന് മുമ്പായിട്ട് അവർ വെയിറ്റ് ചെയ്യും. അപ്പം ഇവിടെ ഒടിഞ്ഞ് കയറണമെങ്കിൽ നല്ല വീശി എടുത്താലേ നമുക്ക് ഒടിഞ്ഞ് കയറാൻ പറ്റത്തുള്ളൂ. 16 വീൽ വണ്ടിയൊക്കെ ഒന്ന് റിവേഴ്സ് വെച്ചിട്ടാണ് ഒടിഞ്ഞ് കയറി വരുന്നത്. അതുകൊണ്ടാണ് അവിടെ വെയിറ്റ് ചെയ്ത് നമ്മൾ പാസ്സാവുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് നേരെ ഓടിങ്ങി പോരുന്നു. നമ്മൾ തിരുനെൽവേലി ശങ്കർ ഫാക്ടറിയിൽ വന്ന് ലോഡെടുത്ത് വണ്ടി പാർക്കിങ്ങിൽ ഇട്ടേക്കുകയാണ്. ഇനി പായൊക്കെ കെട്ടി നമുക്ക് ഇവിടുന്ന് പോകണം. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ കുറേ വണ്ടികൾ ലോഡ് കയറ്റി വെളിയിറങ്ങിയിട്ടുണ്ട്. അപ്പുറത്ത് കിടക്കുന്ന ട്രെയിലർ അൾട്രാടെക്കാണ്. അൾട്രാടെക്കിൻ്റെ ലോഡും ഇപ്പോൾ ഇവിടെ കയറുന്നുണ്ട്. ശങ്കർ മാത്രമല്ല, ശങ്കർ കയറുമ്പോൾ ശങ്കറിൻ്റെ കൂടെ തന്നെ അൾട്രാടെക്കും കയറ്റുന്നുണ്ട്. അൾട്രാടെക്ക് വണ്ടികൾ ഇപ്പോൾ പുതിയ വണ്ടികൾ രാജലിംഗം, അതേപോലെ ട്രെയിലർ ഒരുപാട് അങ്ങനെയൊക്കെ വന്ന വണ്ടി ഇവിടെ ലോഡ് കയറ്റി പോകുന്നുണ്ട്. നമ്മുടെ ഈ ലോഡ് കൊട്ടാരക്കര ഗോഡൗണായിരുന്നു. നമ്മളങ്ങനെ നേരെ വണ്ടി ഓടി കൊട്ടാരക്കര ഗോഡൗണിലെത്തിയപ്പോൾ നമ്മുടെ 3-ാം വണ്ടിയായി. ഒരു ദിവസം ഇവിടെ 2 വണ്ടിയെ ലോഡ് ഇറങ്ങത്തുള്ളൂ. അങ്ങനെ ARSൻ്റെ 2 വണ്ടി ഉണ്ടായതുകൊണ്ട് 3-ാം വണ്ടിയാണ് നമ്മുടെ വണ്ടി. അപ്പോൾ എങ്ങനെ പോയാലും ചൊവ്വാഴ്ചയാവും. നമ്മൾ ഞായറാഴ്ചയാണ് ഗോഡൗണിലെത്തിയത്. ARSൻ്റെ ടാറ്റയുടെ വണ്ടി ലോഡ് കൊണ്ട് വരുന്ന വഴിക്ക് ചെങ്ങമനാടെന്ന് കട്ട് ചെയ്ത് വെട്ടിക്കോല വഴി വന്നപ്പം ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് വേണം ഇങ്ങനെ കയറാൻ. അപ്പം തട്ടിയിട്ടതാണ് ഈ ഗേറ്റ്. ആ സൈഡ് ബെൻഡ് ചെയ്ത് ഇറങ്ങാൻ പാടാണ് ഗൈസ്. നമ്മളൊരിക്കലും അതുവഴി വരാറില്ല. നമ്മൾ സാധനന്തോരം വന്നിട്ടേ വരാറുള്ളൂ. ARSൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു കൂട്ടുകാരൻ സുഹിത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അളിയനാണ്. അപ്പം അളിയൻ വണ്ടി എടുക്കാൻ വേണ്ടി തിരുനെൽവേലിയിലേക്ക് വരിക. അളിയനൊരു വണ്ടി അവിടെ ചെന്നിട്ട് എടുത്ത് കൊടുക്കണം. ഈ വണ്ടിയിലെ ലോഡ് ഇറങ്ങി തീരാറായി. ഗോഡൗണിൽ ഇറക്കി വെക്കുക. ഇതൊരു തമിഴ് അണ്ണനാണ്. അണ്ണൻ കിടന്ന് പൂരെ ഉറക്കമാണ്. അണ്ണൻ്റെ വണ്ടിയായിരുന്നു ഫസ്റ്റ്, പക്ഷേ അണ്ണൻ്റെ വണ്ടി ഇവിടെ 2ാമത് ഇറങ്ങി. എൻ്റെ വണ്ടി 3ാമതായിരുന്നു. എൻ്റെ വണ്ടിയാണ് ലാസ്റ്റ് ലോഡ് കയറിയത്. അണ്ണൻ്റെ വണ്ടി ഫസ്റ്റ് ലോഡ് കയറിയിട്ട് സെക്കൻഡാണ് ഇറങ്ങിയത്. അണ്ണൻ ഉറങ്ങി ഗോഡൗണിൽ വന്നപ്പോൾ സമയമായി. അപ്പോൾ അണ്ണനെ ചൊവ്വാഴ്ച രാവിലെയാണ് ഇറക്കി വിട്ടത്. എൻ്റെ വണ്ടിയും ഇന്ന് തന്നെ ഇറക്കി വിടും. അപ്പോൾ അവർ ഓർഡർ ഉള്ളത് വണ്ടി കയറ്റി വിട്ടിട്ട് ബാക്കിയുള്ളത് ഗോഡൗണിനകത്ത് ഇറക്കി വെക്കും. ഇവിടെ കുറേ സിമെൻ്റ് ഉണ്ട്. ഇവിടെ എങ്ങനെ പോയാലും 1000 സിമെൻറ്റിൽ കൂടുതലകത്ത് തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ദിവസം എങ്ങനെ പോയാലും 2 വണ്ടി ലോഡ് ഇറങ്ങുന്നുണ്ട്. അപ്പം നല്ല സെയിലുള്ള ഗോഡൗണാണ്. ഇവിടെ തന്നെ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ ഇവിടുത്തെ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സുഹിത്തളയും വന്ന വണ്ടിയാണ്. അപ്പം സുഹിത്തളയും നമ്മുടെ വണ്ടി ലോഡ് ഇറങ്ങിയോ എന്തോ അവസ്ഥ എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. അതേ ബൈക്കിൽ വന്നിട്ട് നേരെ അങ്ങ് തിരിച്ച് പോയിട്ട് അവിടെ കുന്നിക്കോട് എവിടെയെല്ലാം വെയിറ്റ് ചെയ്തിട്ട് വണ്ടി അവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്. അപ്പോൾ അറിയുന്ന പെട്രോൾ പമ്പ് ആയതുകൊണ്ട് അവിടെ വണ്ടി വെച്ചിട്ട് നമ്മളിവിടെ വണ്ടി കയറി വരും. നമ്മളിവിടെ ലോഡ് ഇറക്കി കഴിഞ്ഞ ഉടനെ നമ്മളിവിടുന്ന് ബില്ലും BRC ഒക്കെ മേടിച്ചിട്ട് നേരെ തിരുനെൽവേലിക്ക് ഓടിപ്പോയി അടുത്ത ലോഡ് എടുക്കുന്നതായിരിക്കും. അടുത്ത ലോഡ് ഈ വണ്ടിയിലല്ല ഗൈസ്, നമ്മൾ വേറൊരു വണ്ടിയായിരിക്കും. ആ വണ്ടി 7887 എന്ന് പറയുന്ന വണ്ടിയാണ്. ആ വണ്ടി നമ്മളവിടെ പോയിട്ട് എടുക്കുന്നതായിരിക്കും. സുഹിത്തളയും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക. സുഹിത്തളേന് ഒരു വണ്ടി അവിടെ റെഡിയാക്കി വെച്ചേക്കുക. അവിടെ ചെന്നാൽ സുഹിത്തളേന് വണ്ടി കിട്ടും. ആദ്യം ലൈലാൻഡാന്നേ ഉള്ളൂ. 2 ട്രിപ്പ് ലൈലാൻഡ് ഓടിക്കഴിഞ്ഞാൽ പിന്നെ ബെൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പായിട്ട് വരുന്നതുകൊണ്ട് ആദ്യമായിട്ട് വരുന്നുണ്ട് ലൈലാൻഡ് കിട്ടത്തുള്ളൂ. 2 ട്രിപ്പ് നമ്മൾ കറക്റ്റ് ഓടി നിന്നാൽ മാത്രമേ ഭാരത് ബെൻസ് കൊടുക്കത്തുള്ളൂ. ചിലവർക്ക് 2 മാസം 3 മാസം ലൈലാൻഡ് ഓടി ഭാരത് ബെൻസ് ഓടുന്നവരുണ്ട്. ലൈലാൻഡ് തന്നെ സ്ഥിരം ഓടിക്കുന്നവരുണ്ട്. നമ്മുടെ ലോഡ് എങ്ങനെയായാലും ഇറങ്ങാൻ ഉച്ച കഴിഞ്ഞ് വൈകിട്ടാവും. അപ്പം നമ്മളൊരു വെള്ളമൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ വരുന്ന വഴിക്ക് ഗേറ്റിൻ്റെ വീഡിയോ ഒന്നുകൂടെ എടുക്കണം തോന്നി. നമ്മുടെ ഒരു ഡ്രൈവർ ഇതിനകത്ത് ചെറുതായിട്ട് തട്ടി വെള്ളൽ വീണ് 10000 കൊടുത്തതാണ്. ഇപ്പോൾ ARSൻ്റെ ഡ്രൈവർ മൊത്തം അത് ഇടിച്ചിളക്കി ഗേറ്റ് ഉൾപ്പെടെ 15000 കൊടുത്തു ഗൈസ്.